ട്രീറ്റ്മെന്റ്, അവരുടെ ഷെയിം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നമുക്കുള്ള, അല്ലെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. യുനോ, യു ഓൾ ഹാവ് സീൻ ദി ഡ്രസ് കോഡ് ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി. മദർ തെരേസയുടെ ആൾക്കാരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടല്ലോ, സാരി കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. എവിടുന്നാണെന്നറിയാമോ ആ സാരി എടുത്തത്? കൽക്കത്തയിലെ തോട്ടികളുടെ ഡ്രസ്സാണ്. കൽക്കത്തയുടെ തെരുവിൽ തോട്ടികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. തോട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മലം കോരുന്ന, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും കൊട്ടയ്ക്കകത്ത് കോരിക്കൊണ്ട് പോകുന്ന തോട്ടികളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാരിയുടെ കളറാണ്. അവിടെ വന്ന് പ്രവർത്തിക്കാൻ, കൽക്കത്തയുടെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ മദർ തെരേസ തെരഞ്ഞെടുത്ത ഡ്രസ്സാണ്. നമ്മള് അവരെ കത്തോലിക്കയാണ്, മറ്റേയാണ്, മുറിച്ചാണെന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കും. ഇന്ന് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇതാണ്. എന്താണ്? നമ്മൾ ആരോടുകൂടെ കഷ്ടം അനുഭവിക്കാനായിട്ട്, നമ്മുടെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുക്കുന്നു. നമ്മൾ ബുദ്ധിയാണോ ആത്മാവിനെയാണോ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശ്രമിക്കേണ്ട കാര്യമാണ്. 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. കർത്താവ് അതിന് മുമ്പിലുള്ള ഭാഗം തൊട്ട് കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അയക്കും, ഇല്ലേ, ഞാൻ നിന്നെ 7-ാം വാക്യം മുതൽ യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയജാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തേക്ക് താഴോട്ട് പുതിയ പാലും തേനുമുള്ള ദേശത്തെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രയീം അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പോൾ 40 വർഷം കർത്താവിനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആത്മാവിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്? നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട്. ഇപ്പോൾ 80 വയസ്സുള്ളപ്പോൾ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് അവന്റെ സന്നിധിയിൽ ഇറങ്ങി അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു സെൻഡ് യു നൗ. ദൈവം പറയുന്നത് അറിയാം, ലോർഡ് ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ ഫാറോ. കർത്താവെ, ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആര്? എനിക്കെങ്ങനെ ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ടൈമാണ് അവന്റെ നാക്കിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നത്. 40 വയസ്സ് വരെ അവൻ ചോദിച്ചത് ഹു എൽസ് ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഫാറോ എന്നാണ്. വേറെ ആർക്ക് ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? ഇതായിരുന്നു 40 വർഷം കൊണ്ടുണ്ടായ ഗുണം. എന്നെപ്പോലെ ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെപ്പോലെ യോഗ്യനായ മറ്റാരും ഇല്ല. എന്നാൽ 80-ാമത്തെ വയസ്സിൽ അവൻ പറയുകയാണ്, ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ. കർത്താവ് പറഞ്ഞു, ഈ മോനെ അങ്ങനെയൊന്നും പറയരുത്, പണ്ട് തൊട്ടേ നീ അവിടെയല്ലേ വളർന്നത്, നിനക്ക് അതില്ലേ കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അങ്ങനെ തന്നെ. കർത്താവ് പറഞ്ഞു, മോസസ്, നിന്റെ ഈ വാക്കൊന്ന് കേൾക്കാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു മോനെ. കാര്യം ഇത് നേരത്തെ നീ ഒരു 20 വർഷം മുമ്പേ പറഞ്ഞ, നിന്റെ വെറുതെ നീ സമയം കളയായിരുന്നു. ഒരു 20 കൊല്ലം മുമ്പേ പറഞ്ഞായിരുന്നു, ഞാൻ നിന്നെ 20 കൊല്ലം മുമ്പേ അയച്ചേന്. 20 കൊല്ലം മുമ്പേ നീ ഇത് പറഞ്ഞായിരുന്നെങ്കിൽ 20 കൊല്ലം മുമ്പേ എന്റെ ജനത്തെ എനിക്ക് വിടുവിക്കാൻ പറ്റിയേന്, ഇല്ലേ? ഇതെല്ലാം പറ്റിയ പ്രശ്നം എന്താണ്? ഹു എൽസ് ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഫാറോ എന്ന് നീ ചോദിച്ചോണ്ടിരുന്നോണ്ടേ വിടാഞ്ഞത്. ഇപ്പൊ നീ പറഞ്ഞു എന്താ, ഞാൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല, ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്നല്ല മോശ പറയുന്നത്, ഫറവോന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല, അതിനുള്ള കഴിവ് എനിക്ക് ഇല്ല. അവിടെയാണ് അവന്റെ എംറ്റിയിങ് പൂർണ്ണമാകുന്നത്. അവിടെയാണ് അവന്റെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ശൂന്യമാക്കൽ പ്രക്രിയ പൂർണ്ണമാകുന്നത്. അവിടെയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ദാറ്റ്സ് ഗുഡ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ബി വിത്ത് യു. ഞാനല്ല ഇതിനെ അയക്കുന്നത്. ഇതുവരെ അവൻ പറഞ്ഞതെന്നറിയാമോ? അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ദൈവം എന്നെ ആക്കിയിരിക്കുകയാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് വേറൊരു ഒരു കൃപയോ കരുണയോ, അവൻ കൃപയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി ഒന്നും അപേക്ഷിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ അവൻ പറയാണ്, ഐ കനോട്ട് സ്റ്റാൻഡ് ബിഫോർ ഫാറോ എന്ന് തന്നെയല്ല, ഇപ്പൊ അതങ്ങ് കൂടിപ്പോയി. ആ പെൻഡുലം എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങേയറ്റത്തോട് പോയി. അവൻ കുറെ എന്താണ് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത് ഒരു 100 കൂട്ടം എക്സ്ക്യൂസസ് ആണ് പറയുന്നത്, ഇല്ലേ? ഒരു 100 കൂട്ടം എക്സ്ക്യൂസ് ആണ്. പക്ഷെ അവന്റെ എംറ്റിയിങ് പൂർണ്ണമായി എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ മുഴുവനായും ശൂന്യനാക്കിയ മോശയിൽ ദൈവം മുഴുവനായിട്ട് കയറിയിരുന്നു. നമ്മൾ പകുതി ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പകുതിയെ നമ്മളോട് കയറിയിരിക്കത്തുള്ളൂ. നമ്മൾ മുഴുവനായിട്ട് ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവം നമ്മൾ മുഴുവനായും കയറിയിരിക്കും.
ഞാൻ പറയുന്നതിന്റെ വാക്യം മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ഹാഫ് എം ടി ആക്കിയിട്ട് അതിന്റെ മുകളിൽ കർത്താവ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇരിക്കത്തില്ല. അങ്ങനെ ഇരുന്നാൽ തന്നെ എന്താണ്, കർത്താവിന്റെ മുഴുവൻ ആത്മാവിനെയും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്താണ്, മോസസ് അവനെ തന്നെ സമ്പൂർണ്ണമായിട്ടും ശൂന്യമാക്കിയിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് മൊത്തമായിട്ടും അവനിൽ ആവസിക്കാനായിട്ട്. അതുകൊണ്ടൊരു നിരന്തര സാന്നിധ്യം. പിന്നീട് എന്നും ദൈവം അവനൊരു അടുത്ത വ്യക്തിയായിരുന്നു. പിന്നെ ഒരിക്കലും അവനിൽ നിന്നും ദൈവം പിന്മാറിപ്പോകുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന തുലവും ചുരുങ്ങിയ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായും അവനിൽ ആവസിച്ചിരുന്നതാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും അവനിൽ ആവസിക്കുന്നു. ഇസ്രായേൽ മക്കള് എല്ലാത്തിലും ആശ്രയിച്ചത് ഇവനെയാണ്. പുറപ്പാട് ദിവസം 18 15 വാക്യത്തില് മോശയുടെ അമ്മായപ്പൻ അവനെ കാണാൻ വന്നപ്പോഴത്തേക്ക് മോശ കാണാൻ പോലും കിട്ടുന്നില്ല. അവനെന്താണ്, ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തീർക്കുകയാണ്. 15 വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാം? 18-15 അവിടെ മോശ പറയാണ്, ദൈവത്തോട് ചോദിക്കാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. കാര്യം അവർക്ക് ആർക്കും എന്തില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? മോശയ്ക്കുണ്ട്. ആലോചിച്ച് നോക്കണം, എത്ര ആ ദൈവാത്മാവ് അവനിൽ എത്ര ആഴത്തിൽ അല്ലെങ്കിൽ എത്ര വിശാലമായി അല്ലെങ്കിൽ എത്ര ശക്തമായി വ്യാപരിച്ചെന്നുള്ളത്. നേരം കൊടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ വന്ന് ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഗോഡ്സ് കമാൻഡ്മെന്റ് ടു us, വാട്ട് ഈസ് ഗോഡ്സ് വിൽ ഇൻ മൈ ലൈഫ്, വന്ന് ചോദിക്കുക. അവനൊരു പ്രശ്നമില്ല. അവൻ എന്ത് ചോദിച്ചാലും പറയാം. കാര്യം എന്താണ്, ദൈവ സാന്നിധ്യം അവനൊരു നിരന്തര യാഥാർത്ഥ്യമാണ്. 18-19 വാക്യത്തിൽ മോശയുടെ അമ്മായപ്പൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എപ്പോഴും ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല. നീ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ഇരിക്കുക. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. നീ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം കൂടുതൽ ഉറപ്പിക്കുക. നീ മനുഷ്യനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. നീ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് കൂടുതലാക്കുക. നല്ലൊരു കാര്യം പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? മോശ പിന്നുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസസ് വാസ് ഓൾമോസ്റ്റ് എവറി ടൈം ഹീസ് വിത്ത് ഗോഡ്. നിങ്ങൾ വായിച്ചു നോക്കണം, പിന്നുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കണം. മോസസിന്റെ ലൈഫില് he spent more time with God than with his family. He spent more time with God than with the people. He was with the Lord. അവൻ എപ്പോഴും എവിടെയായിരുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ. എപ്പോ നോക്കിയാലും അവൻ പർവ്വതത്തിൽ, എപ്പോ നോക്കിയാലും അവൻ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ, എപ്പോ നോക്കിയാലും മേഘവുമായിട്ടുള്ള ഇടപെടൽ, എപ്പോ നോക്കിക്കഴിഞ്ഞാലും he was with God. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പോലെ it was an unceasing relationship with God and the Spirit of the Lord and Moses. It was unceasing, ഇടമുറിയാത്ത. എന്താണ്, ഒരിക്കൽ പോലും ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനൊന്നും എന്ത് വേണ്ടായിരുന്നു, അന്തരീക്ഷമൊന്നും വേണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ തമ്പേർ വേണം, പാട്ട് വേണം, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരുവത്തിലാണ് ദൈവമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നത്. പക്ഷെ മോസസിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാര്യം എന്തുകൊണ്ടാണ്? That was an unceasing fellowship. In a split second he could come to the presence of the Lord and he could speak to the Lord and he spoke to the Lord as we speak to some of our friends. ഇല്ലേ, ഒരു സ്നേഹിതനോട് എന്നതുപോലെ 33 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നതാണ്. എന്താണ്? ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു. സമാഗമന കൂടാരത്തിന്റെ അനുഭവം നമ്മളോട് കാണുന്നു. 33 അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അത് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനാണ്. 33 അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ മലയാളത്തിൽ സമാഗമന കൂടാരം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാക്കാണ്. ടെന്റ് ഓഫ് മീറ്റിംഗ്. മോശ ഒരു കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു. കാര്യം കൂടാരത്തിൽ അല്ലെങ്കിൽ പാളയത്തിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. പാളയത്തിൽ പാപമാണ്. ദൈവം പാളയത്തിലേക്ക് ഇറങ്ങി വരത്തില്ലെന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താണ്, പാപത്തിന്റെ ആ പാളയത്തിൽ നിന്ന് ദൂരത്ത് കൊണ്ടുപോയി ഒരു കൂടാരം അടിച്ചിട്ട് അതിന്റെ പേരിട്ടെന്താണ്? സമാഗമന കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരം എന്നുള്ള മലയാളം വാക്ക് കറക്റ്റാ. കാര്യം ദൈവത്തെ താഴോട്ട് പറയുന്നതാണ്, യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും ആ കൂടാരത്തിലേക്ക് ചെല്ലും. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം എങ്ങോട്ട് ചെല്ലും? ഈ കൂടാരത്തിലേക്ക് ചെല്ലും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വായിക്കാം. മതി നോക്ക്. മോശ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യുന്നു? അവരുടെ കൂടാരത്തിൽ നിന്ന് ഈ കൂടാരത്തിലേക്ക് വരികയാണ്, ടെന്റ് ഓഫ് മീറ്റിംഗിലേക്ക്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വേറൊരാൾ മറ്റൊരിടത്ത് ഇറങ്ങുന്നുണ്ട്. ആരെന്നറിയാമോ? ദൈവം.
ഞാൻ എന്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവം ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നടന്ന് സമാഗമിക്കുന്ന സ്ഥലമാണെന്ത്? സമാഗമന കൂടാരം. എത്ര വലിയൊരു അത്ഭുതം, ഒരു അനുഭവമാണെന്ന് ആലോചിച്ച് നോക്കി. വെൻ വി ലീവ് അവർ പ്ലേസ്, ഗോഡ് ലീവ്സ് ഹിസ് പ്ലേസ് ആൻഡ് വി മീറ്റ് ഇൻ ബിറ്റ്വീൻ, ആൻഡ് ദാറ്റ് ഈസ് ടെന്റ് ഓഫ് മീറ്റിംഗ്. ഇതാ വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത്. ആൻഡ് ഗോഡ് ഈവൻ നൗ ഇപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? അങ്ങനെ തന്നെ നടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങാൻ തയ്യാറല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാപത്തിന്റെ പാളയത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ പാപത്തിന്റെ പാളയത്തിനകത്തേക്ക് ദൈവം ഒരിക്കലും ഇറങ്ങി വരുന്ന പ്രശ്നവും ഇല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി പാപത്തിന്റെ പാളയത്തിൽ നിന്ന് പുറത്ത് ചെന്നാൽ ദൈവം അവന്റെ കൂടാരം വിട്ടിട്ട് നമ്മൾ നടന്നു ചെല്ലുന്ന ഈ ടെന്റ് ഓഫ് മീറ്റിംഗിലേക്ക്. ഇന്ന് വാസ്തവത്തിൽ സഭയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു സമാഗമന കൂടാരത്തിന്റെ അനുഭവം. വി പ്രേ ലോട്ട്. സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത അറിയാം. ഒരു മോശയോട് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു സ്നേഹിതനോട് എന്നതുപോലെ, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിക്കും. മോശയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാം കർത്താവ് ഓഫർ ചെയ്യുന്ന കാര്യം അതാണ്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി കർത്താവ് നമ്മളോട് സംസാരിക്കും. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിക്കും. പക്ഷെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ കൂടാരത്തിന്റെ പാപത്തിന്റെ ആ പാളയം വിട്ടിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നുവെങ്കിൽ മോശ ദൈവത്തോട് ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിക്കുന്നു. പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വളരെ രസകരമാണ്. എന്നറിയാമോ? മോശ ദൈവത്തോട് ഓരോന്നോരോന്ന് അങ്ങ് ചോദിക്കുക. നമ്മൾ കൂട്ടുകാരോട് എന്താ വേണം ചോദിക്കില്ല. പ്രത്യേകിച്ച് ഒരു വളരെ ഒരു ഓൾമൈറ്റി പേഴ്സൺ ആണ് നമ്മളുടെ കൂട്ടുകാരനെങ്കിൽ, വെൻ വി മീറ്റ് വി ആസ്ക് ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. ഈ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? തിരുസാന്നിധ്യം എന്നെ വിട്ടു പോകരുത്. കർത്താവ് പറഞ്ഞു ഓക്കെ എന്നാ ആയിക്കോട്ടെ. ഇതിന്റെ വഴി എന്നെ കാണിക്കണമേ. ഓക്കെ എന്നാ ആയിക്കോട്ടെ. ഇല്ലേ? ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. നോർമലി എടുത്ത് ചെന്ന് പറയാൻ മടിക്കുന്നതായ കാര്യങ്ങൾ ചെന്ന് പറയാണ്. തിരുസാന്നിധ്യം എന്നോട് പോലും ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. വേണ്ട, ഞാൻ എന്റെ സാന്നിധ്യത്തിനോട് പോലും എനിക്കിനോട് കൃപയുള്ളത് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? കർത്താവ് പറയുന്ന എന്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പറയാണ് സ്നേഹിതനോട്. എന്നിട്ട് ഒരു പറയാണ് നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു. എന്നാ കർത്താവ് പറഞ്ഞു അത് നിനക്ക് കുറച്ച് ദോഷം ഉണ്ടാകും. ആട്ടെ നോക്കാം. ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ. എന്നിട്ട് കർത്താവ് എന്തെന്ന് അറിയാമോ? അവന്റെ കരുണയുടെ പാറയിടുക്കിൽ അവനെ മറച്ചിട്ട് അവന്റെ കരങ്ങൾ കൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. ഇവന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തെ കർത്താവ് പറയും ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവമായിട്ട് അടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതുപോലെയാണ് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് വലുതായി കഴിയുമ്പോൾ, വാട്ട് ഓൾ തിങ്സ് യു ആസ്ക് യുവർ ഫാദർ, he just hear it and he is doing it for you. Hallelujah. പക്ഷെ അടുപ്പം, ആ ബന്ധം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. We speak to God as if we are speaking to our own friend. നമ്മളുടെ ഒരു സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ അവൻ നമ്മളോട് സംസാരിക്കുന്നു. മോശ മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മിറിയം ശരിക്കും പറയുന്നത്, മിറിയം ദൈവത്തോട് എന്താണ്, മോശ ഒരു കുശസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കുശസ്ത്രീ നിമിത്തം മിറിയാമോ അഹരോനോ അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മാത്രമേ അള്ളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അള്ളി ചെയ്തിട്ടില്ലയോ എന്ന് ചോദിച്ചു. മിറിയാം ഒരു പ്രൊഫറ്റസാ. മിറിയാം ഒരു പ്രവാചകയാണ്. അഹരോനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? അഹരോൻ ദൈവത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലയോ? അവനെന്താ ഇത്ര വലിയ പ്രത്യേകത? ഇങ്ങനെ സംസാരിച്ച് യഹോവ അത് കേട്ടു. മോശ കേട്ട് കാണും, പക്ഷെ മോശ കേട്ടിട്ട് മിണ്ടിയില്ല. കാര്യം അവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശ ഇത് കേട്ട് ഒന്നും മിണ്ടാൻ പോയില്ല. മോശയുടെ സൗമ്യതയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ വലിയ സൗമ്യതയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇല്ലേ? എന്താണ്? കൽപ്പനകളുമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ജനം പാപം ചെയ്തുകൊണ്ടിരുന്നത് കൽപ്പനകൾ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് അവരുണ്ടാക്കിയ വിഗ്രഹത്തെ ഇടിച്ച് കലക്കി അരച്ച് പൊടിച്ച് വെള്ളത്തിനകത്ത് കുടിക്കണമെന്ന് പറഞ്ഞു. സൗമ്യതയാണോ അത്? ആണോ? പക്ഷെ അവന്റെ എല്ലാ ദേഷ്യവും എല്ലാ കോപവും എപ്പോഴാണെന്നറിയാമോ? ജനങ്ങൾ ദൈവത്തിന് വിരോധമായി നിൽക്കുമ്പോഴാണ്. അവനെതിരെ മോശയുടെ സ്വന്തം സഹോദരങ്ങൾ എതിര് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ എന്തോന്ന് വെച്ചാൽ അതാ സൗമ്യത. നമ്മൾ നേരെ തിരിച്ചാണ്.